നിനക്കുള്ള പണം മേടിക്കടാ, രക്ഷപ്പെട്. ഗുഡ്. പിന്നെ നിന്നെ കൊണ്ട് ഒറ്റക്ക് കൂട്ടിയാൽ കൂടില്ല. നിൻ്റെ ഒപ്പം നിൻ്റെ അനിയൻ പീറ്ററും ഉണ്ട്. നീ നെട്ടൊന്നും വേണ്ട, അവൻ വന്നിട്ടുണ്ട്. പീറ്ററേ, ഇവിടെ വേടാ. നീ എന്തറിഞ്ഞിട്ട് അടപ്പന്നെ? എടാ വിൽസൻ്റെ, നീ വിട്ടവനാ. എന്താ എൻ്റെ പ്രശ്നം? എടാ ഇവൻ ചെറിയ പയ്യനാ. വിൽസൻ്റെ, ഒരു കാലത്ത് നാനും നീയൊക്കെ ചെറിയ പിള്ളേരാ. അത് നീ വിട്. ഇപ്പം എൻ്റെ അനിയനാ കളം പിടിച്ചേക്കണത്. അവനെ തീർക്കാൻ വേണ്ടിയാ നിനക്കൊക്കെ ഈ പൈസ ഞാൻ തന്നത്. നിന്നെ കൂടുതൽ വേണമെങ്കിൽ ചോദിച്ചോ, ഞാൻ തരാം. നിനക്കൊന്നും പറ്റിയില്ലെങ്കിൽ വേറെ ആൺപിള്ളേരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ എനിക്കറിയാം. അതെന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. അവൻ ചത്തൊടുങ്ങിയ ഈ കൊച്ചി നമുക്കുള്ളതാ. ഇടവും വലവും നീ ഇങ്ങനെ രണ്ടുപേരും ഉണ്ടാകണം. നീയൊക്കെ ആലോചിച്ചിട്ട് തീരുമാനിക്കും. ഗാദി എവിടെ വരാന്നാ പറഞ്ഞ? ഗാദി ഇവിടെ വരാന്നാ പറഞ്ഞത്. പാടാ. ആര് പറഞ്ഞിട്ടാണ് ഈ കൊട്ടേഷൻ എടുത്തത്? വാടാ, വാടാ. നീ ചത്തൂരെന്നാണ് എനിക്ക് നല്ലത്. ഇത് കണ്ട, നിന്നെ കൊല്ലാനുള്ള പൈസയാണ്. ഈ ചേട്ടനും അനിയും ബന്ധമൊന്നുമില്ല. ഈ കൊച്ചി എൻ്റെയാണ്. വാ, കൊല്ലടവനാ. സ്വന്തം അനിയനെ വരെ കൊല്ലാൻ പ്ലാനിട്ടവരാണ്. ഈ കൊലപാതകത്തിൻ്റെ ഇത് തെളിയിക്കാതിരിക്കാനായിട്ട് സാക്ഷികളില്ലാത്ത നമ്മളൊരു നാളെ അതിന് അവർ നമുക്ക് കൊല്ലാം. നിന്റെ ചേട്ടനെ ഇതുപോലെ കൊല്ലും. എന്തെന്ന്? എടാ, ഇവന്മാർ തമ്മിൽ തല്ലി ചത്ത പോലെ ആളെ നിന്റെ ചേട്ടനെയും ഇതുപോലെ തന്നെ കൊല്ലും.
എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്? ഇതിന്റെ സൂത്രം. പണവും അധികാരവും മനുഷ്യരെ കൊലപാതകളാക്കി മാറ്റും. അവർക്ക് സ്വന്തം രക്തബന്ധത്തെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലായിരിക്കും. കൂടെ നിൽക്കുന്നവർ മിത്രമാണോ ശത്രുവാണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റില്ല. ആരെയും വിശ്വസിക്കാനും പറ്റില്ല. ഒന്ന് പുറത്തിറങ്ങി നടക്കുമ്പോൾ മരണം മുന്നിൽ കണ്ടു